ഇന്ന് മഞ്ജു വാര്യർ അഭിനയിച്ച ഫുട്ടേജ് എന്ന് പറഞ്ഞൊരു മൂവി തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സിനിമ പ്രിവ്യൂ ഷോ കൊച്ചിയിൽ നിന്ന് കണ്ടതാണ്. ഓക്കെ, സാജിദ് യഹിയ സാജിദ് ബ്രോയിനെ വിളിച്ച സമയത്ത് ഞാൻ അതിൻ്റെ പ്രിവ്യൂ ഷോന് കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഷോന് പോയിരുന്നു. ഞാൻ ഗബ്രി, സ്നേഹ, ജിത്തുബായ്, അനിരുദ്ധ്, നന്ദു, ഞങ്ങളെല്ലാവരും കൂടിയാണ് പടം കാണാൻ പോയത്. അപ്പോൾ ആദ്യം ഞാൻ പടത്തിൻ്റെ റിവ്യൂ പറയാം, പിന്നെ ഈ പടം റിലേറ്റഡ് ആയിട്ട് ഇന്ന് കണ്ട കോൺട്രവേഴ്സിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. 5.75 കോടി നഷ്ടപരിഹാരം വേണം മഞ്ജു വാര്യർക്ക്. നടി ശീതൽ തമ്പിയുടെ വക്കീൽ നോട്ടീസ്. ഫുട്ടേജ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റതിനെ തുടർന്നാണ് നടപടി. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഫുട്ടേജ് മൂവിയെക്കുറിച്ചിട്ട് പറയാം. ഫുട്ടേജ് മൂവി എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയുക, ഒരു ഫൗണ്ട് ഫുട്ടേജാണ്. ഈ ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൗണ്ട് ഫുട്ടേജ് ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ ഞാൻ എങ്ങനെ അറിയാം, സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം ഞാൻ ഈ ക്യാമറ ഇങ്ങനെ കണ്ടോ, ഞാനിപ്പോൾ ഇതൊരു വ്ളോഗ് എടുക്കണ പോലെ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഇങ്ങനെ സംസാരിച്ച് ഞാൻ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ ക്യാമറ തിരിച്ച് കാണിക്കുന്നു, ഞാൻ ഇങ്ങനെ തിരിച്ചിങ്ങനെ ആക്കുന്നു. ഈ ഒരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും സിനിമ പ്രേക്ഷകരായ നമ്മൾ കാണുന്നത്. രണ്ട് ലീഡ് ക്യാരക്ടേഴ്സിൻ്റെ ക്യാമറ POV, ഫൗണ്ട് ഫുട്ടേജ്, അവരുടെ ക്യാമിലൂടെ നമ്മളെ കാണിക്കുന്നു. സാധാരണ നമ്മൾ നോർമലി സിനിമ കാണുക ഇങ്ങനെ, ഒരു ക്യാമറ അവിടെ സെറ്റ് ചെയ്യുന്നു, ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്നു, അതിലൊരു ആംഗിൾ സെറ്റ് ചെയ്യുന്നു, ലൈറ്റ് സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന സിനിമ. ഇതൊരു ഭയങ്കര എക്സ്പെരിമെൻറ്റാണ്. ഫൗണ്ട് ഫുട്ടേജിലൊരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടുമാണ് അത് ആളുകളിലേക്ക് എത്തിക്കാൻ. കാരണം ഓടുമ്പോൾ ക്യാമറ നോർമലി എങ്ങനെയാണോ ഒരു മനുഷ്യൻ താഴെ പിടിക്കുക, അപ്പോൾ കാലിൻ്റെ പകുതി കാണും. എങ്ങോട്ടെങ്കിലും തിരിക്കുമ്പോൾ പാൻ ചെയ്യുന്ന സമയത്ത് ആ സൈഡിൽ കൂടുതലുള്ള സാധനങ്ങൾ കാണും. മനസ്സിലായോ? അത് കുറച്ചൊരു റോ സാധനമാണ്. പിന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചില സമയത്ത് തോന്നും. ഓക്കെ, എനിക്ക് തന്നെ തിയേറ്ററിൽ ഇരുന്ന സമയത്ത് ചില സമയത്ത് തലകറങ്ങിയ വേദന, ഈ ലൈക്ക് എന്താ പറയുക, ടൂ മച്ച് ഓഫ് ലൈക്ക് മോഷൻസ് ഒക്കെ ഇങ്ങനെ തിയേറ്റർ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും തല പെരുത്ത് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ടാവും. ആ ഒരു ഫീലിംഗ് ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് കാരണം നമ്മൾ അതിന് യൂസ് ടു അല്ലാത്തതുകൊണ്ടാണ്. ഫൗണ്ട് ഫുട്ടേജ് ഉള്ള മൂവീസിന് നമ്മൾ യൂസ് ടു അല്ല. അതുകൊണ്ട് ഓവർ ഈ കൈൻഡ് ഓഫ് ജർക്ക്, ഷെയ്ക്ക് സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ ലൈക്ക് ആ ഒരു സാധനം, കാരണം നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് വെക്കുന്നു, പാൻ ചെയ്യുന്നു, തിരിയുന്നു, സൂം ചെയ്യുന്നു, ഇതിൽ നിന്ന് മാറി ഈ ഒരു സാധനം ഭയങ്കര അൾട്രാ റിയൽ സാധനത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് അത്രയും വലിയ സ്ക്രീനിൽ ചില സമയത്ത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്തോറും പിന്നെ ഇതിന് കുറച്ചും കൂടി ഒന്നുകൂടി സട്ടിലാകുന്നുണ്ട്. കുറച്ചും കൂടിയും നമ്മൾ ആ കഥയോട് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ ഡയറക്ടർ സൈജു ശ്രീധരനാണ്. റൈറ്റർ 2 പേരുണ്ട്. പിന്നെ മഞ്ജു വാര്യരുണ്ട്, ഗായത്രി അശോക്, വിശാഖ് നായർ. ഓക്കെ, അപ്പോൾ ഈ പടത്തിൽ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ ഒരു കൈൻഡ് ഓഫ് സൈക്കോ റോളാണ്. ഓക്കെ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സൈക്കോ ക്യാരക്ടറാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല, ഓൺലി ദാറ്റ് ഈ ലുക്സ് മാത്രമേ ഉള്ളൂ. ഭയങ്കര റൂഡായിട്ടുള്ളൊരു സാധനം മാത്രമേ അവർക്കുള്ളൂ. ആ ഒരു ലുക്ക് അവർ കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിലെ മഞ്ജു വാര്യരുടെ ഫൈറ്റ് സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൽ വിശാഖ് നായരുമായിട്ടുള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ട്, അത് ഭയങ്കര രസമാണ്. ലൈക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ ആ ഒരു ഫൈറ്റ് സീനൊക്കെ. കാരണം അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് മൂവി ആയതുകൊണ്ട് ക്യാമറ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ കിടന്ന് നോക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. കാരണം പക്ഷെ എന്നാലും അതിലായൊരു എഫേർട്ട് ഭയങ്കരമായിട്ട് കണ്ടിരുന്നു. അത് നന്നായിട്ടത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടോ ആ ഒരു സാധനം. പിന്നെ ഗായത്രി അശോക്, ഇതിലെ ലീഡ് ഫീമെയിൽ ക്യാരക്ടർ ഗായത്രി അശോക് എന്നേ ഞാൻ പറയൂ. കാരണം ഇത് മോർ ഓഫ് അവരാണ് ഇതിന് ഭയങ്കരമായിട്ടൊരു എഫേർട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറേ സീൻസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഇത് സർട്ടിഫൈഡ് മൂവിയാണ് തോന്നുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താ പറയുക, കുറച്ച് സീനുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആവശ്യമാണ് ഈ സിനിമയ്ക്ക്. ഓക്കെ, ആ സീൻസൊക്കെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള സീൻസാണ്. കാരണം ഈ 2 ക്യാരക്ടേഴ്സ്, വിശാഖ് നായറിൻ്റെ ക്യാരക്ടറും പിന്നെ ഗായത്രി ചെയ്ത ക്യാരക്ടറും തമ്മിലുള്ള ഒരു ബോണ്ട്, അവർ തമ്മിലുള്ള ആ ഒരു സിങ്ക് എത്രത്തോളമാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സാധനമാണത്. അത് കുറേ എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് ആ ഒരു ഫസ്റ്റ് എനിക്ക് തോന്നുന്നൊരു മേ ബി 6 to 7 minutes ഒക്കെ അതുണ്ട്. ഓക്കെ, അപ്പോൾ
ഇവർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത്, കുറച്ച് ആ ഒരു സാധനം ചെയ്യുന്നതിലൊക്കെ. സോ അവരടിപൊളിയായിരുന്നു. വിശാഖ് നായർ, പിന്നെ വിശാഖ് നായരിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കുറേ സിനിമ എക്സിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വിശാഖ് നായറിൻ്റെ ഫുട്ടേജൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു വെറൈറ്റി മിക്സ്ചറാണ് വിശാഖ് നായറിൻ്റെത്. നമ്മൾ മറ്റേ ആനന്ദത്തിൽ കണ്ട കുപ്പിയായിട്ടല്ല വിശാഖ് നായർ ഹാവ് ലൈക്ക് ഗ്രോൺ എ ലോട്ട്. ഒരു വേറൊരു വിശാഖ് നായരെ കാണുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ലൈക്ക് ഒരു ഹോളിവുഡ് സ്റ്റഫ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ചില സമയത്ത്. ഒരു ഹോളിവുഡ് സ്റ്റഫ് മലയാളത്തിൽ കുറച്ചേ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ വിശാഖ് നായറിനെ. യൂസ് ചെയ്താൽ കിടിലനായിരിക്കും. പക്ഷെ മോർ ഓഫ് ലൈക്ക് വിശാഖ് നായർ ഒരു കുറച്ചും കൂടി ഒരു ബോളിവുഡ് ഹോളിവുഡ് ആ ഒരു സാധനമുള്ള ഒരു സ്വാഗുള്ള ഒരു ഹീറോ മെറ്റീരിയൽ ആണ് വിശാഖ് നായർ. മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ അത് എന്താ പറയുക, നമ്മളെ മുണ്ടും ഷർട്ടൊക്കെ എടുത്തു കൊടുത്ത് മഹേഷിൻ്റെ പ്രതികാരം അല്ലെങ്കിൽ നമ്മളെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനത്തിലേക്ക് ചില റോളുകൾ ചെയ്യാൻ പറഞ്ഞാൽ അതിനും സാധിക്കും. അവിടെയാണ് മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വിശാഖ് നായർക്ക് ആ സാധനം, കാരണം ആനന്ദത്തിൽ കുപ്പി നമ്മൾ പറഞ്ഞിട്ടില്ല, ഇനി ബാക്കി റോളുകളിലേക്ക് വരുമ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ബോഡി ലാംഗ്വേജും പക്ഷേ ഭയങ്കര അൾട്രാ സാധനം ചെയ്യാനും വിശാഖ് നായറിനെ കൊണ്ട് കേപ്പബിൾ ആണെന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് വരുമ്പോൾ ആ രണ്ട് വ്ളോഗേഴ്സ് അവരുടെ ചാനൽ വഴി ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളും ആളുകളെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അതിലൂടെ അവരുടെ ലൈഫിൽ വരുന്ന ഒരു പ്രശ്നവും ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറിനെ കണ്ടിട്ട് അവർ അതെന്താ എങ്ങനെയാണ് നോക്കാൻ പോകുന്നതിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ഇൻസിഡൻസും അങ്ങനെയൊക്കെയാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. ആ സ്റ്റോറി ലൈൻ ലൈക്ക് എനിക്ക് എന്താ ഒരു അങ്ങനെ ഒരു എവിടേക്കോ ഒരു കുറച്ച് ത്രില്ലുണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. തിയേറ്ററിൽ വർക്കൗട്ട് ആവും ഈ പടം എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻറ്റ്, പക്ക എക്സ്പെരിമെൻ്റാണ് ഈ പടം. തിയേറ്ററിൽ വർക്കാവാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ടു ബി ഹോണസ്റ്റ്, തിയേറ്ററിൽ ഈ സാധനം വർക്കാവില്ല, ഉറപ്പാണ് ആ സാധനം വർക്കാവില്ല എന്നുള്ളത്. സോ കാരണം ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ് മൂവീസൊക്കെ ഞാൻ നോക്കുമ്പോൾ എപ്പോഴും തിയേറ്ററിൽ നിന്ന് പുറത്താവും, OTT ചെല്ലുമ്പോൾ കയ്യടി കിട്ടും, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ തിയേറ്ററിൽ വർക്കാം. പക്ഷേ ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ് മൂവീസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം OTTയിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ മൂവീസ് കയ്യടി കിട്ടും, പക്ഷേ അതിനേക്കാൾ നമുക്ക് ഒരു ആസ്വാദനം കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്, ആസ്വദിച്ച് കാണാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ് മൂവീസ് തിയേറ്ററിലാണ്. തിയേറ്ററിൽ ഭയങ്കര രസമാണ് എക്സ്പെരിമെൻറ്റ് മൂവീസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് മൊത്തം ആ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഫോർ മീ ഇറ്റ്സ് എ ആവറേജ് മൂവി, വൺ ടൈം മസ്റ്റ് വാച്ച്, നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലുള്ള കുറച്ച് അഡൽട്ട് സീൻസൊക്കെ അത് ചെയ്താൽ ലൈക്ക് അവർ ബ്ലേഡ് ആക്കിയ വേറെ രസമാണ് കേട്ടോ. ആ സീനിലൊക്കെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ, അങ്ങനെ അത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ആ സീൻസിനെ കുറിച്ച് പിന്നെ കുറേ ഡിസ്കഷൻസ് ഇതിൻ്റെ പ്രൊമോഷൻ്റെ സമയത്തൊക്കെ നടന്നിട്ടുണ്ട് തോന്നുന്നു എനിക്ക്. എന്താണെന്നുണ്ടെങ്കിലും ഫുട്ടേജ് ഫോർ മീ ഈസ് ആൻ ആവറേജ് മൂവി ആൻഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫൗണ്ട് ഫുട്ടേജിലൊരു സിനിമ കാണുമ്പോൾ നിങ്ങളെ തലയ്ക്കുണ്ടാകുന്ന ഒരു ഈ സാധനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി തലവേദനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാടാ തിയേറ്ററിൽ കയറി പോകണമെന്ന് ചോദിക്കേണ്ട, രസമാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ കോൺട്രവേഴ്സി, രണ്ടും കൂടി ഒപ്പം പറഞ്ഞ് തീർക്കാം. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മഞ്ജു വാര്യരുടെ ചിത്രം ഫുട്ടേജ് എന്ന സിനിമയിലും ഒരു കഥാപാത്രത്തെ ശീതൾ തമ്പി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിലുള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. ആ ഫൈറ്റ് സീനിനിടെ സാധാരണ മാറ്റൊക്കെ ഇട്ട് ആർട്ടിസ്റ്റുകൾക്ക് കാര്യമായ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയാണ് ഫൈറ്റ് സീനൊക്കെ ചെയ്യുക. പക്ഷേ മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാതെ ഒരു ഫൈറ്റ് സീൻ ചിത്രീകരിക്കുകയും അതേ തുടർന്ന് വളരെ ഗുരുതരമായ പരിക്ക് തന്റെ ശരീരത്തിന് ഏൽക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ അടക്കം ആവശ്യമായി വരികയും നിരന്തരമായി ആശുപത്രിയിൽ പോകേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആരോഗ്യസ്ഥിതിയെ തന്നെ രൂക്ഷമായി ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മതിയായ നഷ്ടപരിഹാരം നൽകാൻ ഈ നിർമ്മാണ കമ്പനി തയ്യാറായില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ ശീതൾ തമ്പി പറയുന്നത്. നിർമ്മാണ കമ്പനിയുടെ പേര് മൂവി ബക്കറ്റ് എന്നാണ്. ഇതിൽ മഞ്ജു വാര്യരും മഞ്ജു വാര്യരുടെ പാർട്ണറായ ബിനീഷ് ചന്ദ്രൻ, ഇവർ രണ്ടുപേരുമാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥർ. ഈ ബിനീഷ് ചന്ദ്രനും മഞ്ജു വാര്യർക്കും എതിരെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 5,75,00,000 രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശീതൾ തമ്പിയുടെ ഈ ഒരു വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുന്നത്. ഇതിൽ പലതവണ ചർച്ച നടത്തിയിട്ടും നൽകാമെന്ന് പറഞ്ഞ തുകയൊന്നും നൽകാതെ വന്നതോടുകൂടിയാണ് ഇങ്ങനെ ഒരു
നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് ശീതൾ തമ്പിയും അവരുടെ അഭിഭാഷകനും ഒക്കെ പറയുന്നത്. എന്നാൽ ഇതിൽ മൂവി ബക്കറ്റ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടേതായ ഒരു വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും ചികിത്സയ്ക്ക് ആവശ്യമായ പണമൊക്കെ പല ഘട്ടങ്ങളിലുമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ മൂവി ബക്കറ്റ് എന്ന നിർമ്മാണ കമ്പനിയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത്. ഈ വക്കീൽ നോട്ടീസിൽ തന്നെ ശീതൾ തമ്പി നൽകിയ തുകയെക്കുറിച്ച് പറയുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി ഏതാണ്ട് 1,80,000-ഓളം രൂപ ഈ നിർമ്മാണ കമ്പനി നൽകിയതായി പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വലിയ രീതിയിലുള്ള ജോലി തന്നെ ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള പരിക്കാണ് ഏറ്റത്. അപ്പോൾ അതിനനുസൃതമായ ഒരു നഷ്ടപരിഹാരം നൽകണം എന്നൊരാവശ്യമാണ് ശീതൾ തമ്പി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇതൊരു നിയമ വ്യവഹാരത്തിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിനിപ്പോൾ മഞ്ജു വാര്യർ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു കാര്യത്തോടെ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശീതൾ തമ്പിയുടെ തീരുമാനം. ഓക്കെ, അപ്പോൾ ഈ സിനിമയിലെ വേറൊരു ക്യാരക്ടർ ചെയ്ത ആളാണ് ഈ ശീതൾ തമ്പി. ശീതൾ തമ്പിയുടെ ക്യാരക്ടർ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ശീതൾ തമ്പിയുടെ ക്യാരക്ടർ, അപ്പോൾ ശീതൾ തമ്പിയുടെ ക്യാരക്ടറിന് അത്യാവശ്യം ഈ അഡ്വഞ്ചറസ് പരിപാടി ചെയ്യാനുണ്ട്. അതിൽ പൊളിഞ്ഞ് കിടക്കുന്നൊരു ഷിപ്പിൽ നിന്ന് ചാടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഐലൻഡ് മാതിരിയുള്ള സ്ഥലത്ത് പോയിട്ട് അതിനകത്തുനിന്ന് കുറച്ചിങ്ങനെ ഒരു സാധനം ചെയ്യാനുണ്ട്. ഒരു ചെറിയ ഫൈറ്റ് സീൻ്റെ ഭാഗം ചെയ്യാനുണ്ട്. പിന്നെ ഓടിച്ചാടി അത്യാവശ്യം ഹൈറ്റിൽ നിന്ന് ചാടുന്ന ഒരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. പടം കണ്ടുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ടേക്ക് പോകുന്ന സമയത്താണ് അവർക്ക് ഇഞ്ചുറി പറ്റിയതെന്നും അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവരെ പ്രോപ്പറായി ടേക്ക് കെയർ ചെയ്തില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീം പറയുന്നു അവരെ ടോപ്പ് ടു ബോട്ടം അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് ഫുൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ എക്സ്പെൻസ് ആയിട്ടുണ്ടോ അത് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നും പറയുന്നുണ്ട്. ശീതൾ ഈ സിനിമയുടെ അംഗം എന്നതിന്റെ അപ്പുറത്ത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ശീതളിന് ആരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം എനിക്ക് പേഴ്സണലുമാണ് പ്രൊഫഷണലുമാണ് എന്നെ സംബന്ധിച്ച്. വസ്തുത ഇപ്പൊ നമ്മളിപ്പോ കാണിച്ചു, ഫുൾ ഫയൽസ് കാണിച്ചു. നമ്മൾ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ ആശുപത്രിയിൽ ആസ്റ്ററിലായിരുന്നു. നമ്മളായിരുന്നു ട്രീറ്റ്മെന്റിന്റെ എല്ലാം സൈഡ് പ്രൊഡക്ഷനിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ വീട്ടിൽ വരുമ്പോൾ അവർക്കൊരു സ്റ്റാഫ് കൂടെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ആ സ്റ്റാഫ് എല്ലാ മന്തിലും നമ്മൾ എമൗണ്ട് ചെയ്യുമായിരുന്നു. അവർക്ക് പ്രൊഡക്ഷന്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരാളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അവർ ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കണം. പിന്നെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇത് കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് അപകട സാധ്യത ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കടമെടുക്കുകയാണെങ്കിൽ അവരുടെ ബെഡ് അത് ഓക്കെ അല്ല, അത് ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്ന അവർ പ്രൊഡക്ഷനെ അറിയിക്കുകയും എന്നാൽ 5 തവണ അവരോട് ചാടാൻ നിർബന്ധിക്കുകയും ശീതൾ ഈസ് സോ എക്സൈറ്റഡ് ടു ഡു ദിസ് പ്രോജക്ട്. കാല് കല്ലിലിടിക്കുന്ന ഒരു സിനിമയാകുമ്പോ ആക്സിഡന്റ്സ് പറ്റുക എന്ന് പറഞ്ഞ സ്വാഭാവികമാണ്. ഞാൻ പറയാം മഹേഷിന്റെ മലയും കുഞ്ഞ് എന്ന് പറഞ്ഞ പടത്തില് ഫാദ് സാറിന് ആക്സിഡന്റ് പറ്റി, ടൊവിക്ക് കളയില് ആക്സിഡന്റ് പറ്റി. ഇതൊക്കെ സ്വാഭാവികമാണ്. അത് ആരും മിസ്റ്റേക്ക് കൊണ്ട് പറഞ്ഞല്ല. നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരാളെയും ആക്സിഡന്റിലേക്ക് പെടുത്തുന്നില്ല. അത് ആ സിറ്റുവേഷൻ ഉണ്ടായതാണ്. ഇപ്പൊ ആ സമയത്ത് ഒരേ സമയത്ത് ചാടിയ ആളാണ് വിശാഖ്. ഓക്കെ, ചിലപ്പോ മാത്രം. അത് കൂടാതെ അവരുടെ വീട്ടിലെ എക്സ്പെൻസസ് അവർ എണീറ്റ് നടക്കുന്നത് എന്നാണോ അന്ന് വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുക തന്നെ ചെയ്തത്. ഇപ്പൊ അവരുടെ ലാസ്റ്റ് ഞങ്ങളിപ്പം നമ്മുടെ പാർട്ടായിട്ട് നിർത്തിയത്. നമ്മുടെ പ്രൊമോഷന് നിങ്ങൾ കണ്ടിട്ടാവും ചിലപ്പോൾ പുറമോളിലാണെങ്കിലും എപ്പോഴും പ്രൊമോഷന് നമ്മുടെ കൂടെ ഈ വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാവും. അവർ എണീറ്റ് എങ്ങനെയാണ് നടക്കുന്നത് ആ ലെവൽ വരെ നമ്മുടെ കൂടെ നിന്ന ആളാണ്. നമ്മുടെ എല്ലാ പ്രൊമോഷൻസിനും ഉണ്ട്. ഷെബുവാണ് ഇരിക്കുന്നത്, ഫുൾ ടീമാണ്. നമ്മൾ ഒരു സ്ഥലത്തും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ ഒരുമിച്ച് തന്നെ കൊണ്ടുപോയിരിക്കണം. അങ്ങനെ ഒരാള് അല്ലാതെ ഈ 5 കോടിയോളം വരുന്ന നഷ്ടപരിഹാരം ഇപ്പൊ ആവശ്യപ്പെടുക, അത് ഈ ലൈം ലൈറ്റിൽ ആഗ്രഹിക്കുന്ന ഒരാളുടെ അങ്ങനെ നമുക്ക് അതറിയില്ല. അതാണ് ഈ പെട്ടെന്ന് ഇത്രയും കാലം കൂടെ ഉണ്ടായി നിങ്ങളോട് ഉണ്ടാവാനുള്ള. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതിന്റെ ഉള്ളില് ഇദ്ദേഹമാണ് അഡ്വക്കേറ്റ്, റൈറ്റ്? അപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു പുതിയൊരു കളി, അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാൻ പാടില്ല. അത് നിങ്ങളെല്ലാം കണ്ടുപിടിക്കണം. പിന്നെ ഈ പടം ഇറങ്ങുന്ന ദിവസം തന്നെ 5.7 കോടി രൂപയുടെ എന്താ പറയുക നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ മഞ്ജു വാര്യർക്കും പ്രൊഡക്ഷൻ ടീമിനും ഇട്ടിട്ടൊരു വക്കീൽ നോട്ടീസ്. ഇത് വക്കീൽ നോട്ടീസാണ് ബേസിക്കലി. ഓക്കെ, വക്കീൽ നോട്ടീസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ കേസായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. അതോ എനിക്കെന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഇത് എന്തോന്നാണ് ഇത് പ്രമോഷൻ ഗിമിക്കാണോ എന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഇപ്പോൾ കുറേ സാധനങ്ങൾ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് നോക്കിയാൽ മതി, രാവിലെ നോക്കുമ്പോൾ വിജയ മച്ചാൻ്റെ കേസും അപ്പോൾ ഇപ്പുറത്ത് മഞ്ജു വാര്യർക്കെതിരെ കേസ്.
പ്രൊമോഷൻ ഗിമിക്കിന് വേണ്ടി. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ ലൈനിലുള്ള ലേഡി വന്നിട്ട് പറയുന്നുണ്ട് അവരുടെ പേഴ്സണൽ ഫ്രണ്ടുമാണ് ഈ ശ്രുതി എന്താ അതിനുള്ള ഒരു പേര് മാറിപ്പോണ്ട, ശീതൾ തമ്പി അവരുടെ പേഴ്സണൽ ഫ്രണ്ടുമാണ്, അവരുടെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. സോ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു കൈൻഡ് ഓഫ് അവർ സംസാരിക്കുന്ന ഒരു ഫണ്ട് പോലെ, ഒരു തമാശ പോലെ പറഞ്ഞിട്ട് പോകണം. അവർക്ക് എനിക്ക് ഫീൽ ചെയ്ത് അവർ എന്തോ ഭയങ്കര സന്തോഷിച്ച് പറയുന്ന പോലെ. എന്താണെങ്കിലും ഇതുകൊണ്ട് ഈ പടത്തിന് പ്രത്യേകിച്ച് ഒരു പ്രൊമോഷൻ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പ്രൊമോഷന് വേണ്ടിയുള്ള ഗിമിക്കാണെന്നുണ്ടെങ്കിൽ അത് പാളിപ്പോയിട്ടേ ഉണ്ടാവുള്ളൂ, പാളിപ്പോയിന്നേ പറയാനുള്ളൂ. പക്ഷെ അല്ല, അവർക്ക് ജെന്യൂനായിട്ട് എന്തോ സീരിയസ് ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. ആ സീരിയസ് ഇഷ്യൂ ടേക്ക് കെയർ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ ഇവർ ഇനി മുന്നോട്ട് ടേക്ക് കെയർ ചെയ്യുമോ എന്നുള്ളൊരു ഉറപ്പില്ല. അത്രയും സീരിയസ് ആണ് ഇഷ്യൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്റ്റിക്ക് വിത്ത് ദിസ് കേസും കാര്യങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാം, അല്ലെങ്കിൽ കേസോ കാര്യങ്ങളായിട്ട് കോടതിയിൽ പോവുക, ഇവർ മുന്നോട്ട് പോവുക. ഇപ്പം ഈ 5,75,00,000 രൂപ എനിക്കറിയാൻ പാടില്ല. കാരണം ഈ പടം ഓടിയിട്ട് എന്താണെങ്കിലും ആ പൈസ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് കിട്ടില്ല. ഇനി അവരുടെ കയ്യിൽ വേറെ നല്ല പൈസ ഉള്ള ടീമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പൈസ കൊടുത്ത് സെറ്റിൽ ആവുമായിരിക്കും. അല്ല ഇത് ഈ പടത്തിന് വേണ്ടി വെറുതെ പ്രൊമോഷൻ മസാല ഇടാനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിലാണ് ഇട്ട് നോക്കിയത്, പക്ഷെ ഒത്തില്ല എന്നേ പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ, ഞാൻ ഒരാൾ അസുഖം വെച്ചിട്ട് പറയുന്നതല്ല, അങ്ങനെയാണെങ്കിൽ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, കാരണം നമുക്കിവിടെ എല്ലാം കാണുന്നതാണ്. സിനിമ പ്രൊമോഷൻ ഏത് എക്സ്ട്രീം വരെ പോകുന്നുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട്. ജെന്യൂനായിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോവുക, നിയമപോരാട്ടം നടത്തുക, നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടട്ടെ.